24 മണിക്കൂർ വരെ കുട്ടി ചത്തുപോകില്ല, 23 മണിക്കൂർ കഴിഞ്ഞ് വരാൻ. ഇവിടുന്ന് നിങ്ങൾ എഡ്യൂക്കേഷനും മെഡിക്കലും ഫ്രീ ആണ് എന്ന് പറഞ്ഞ് ഇങ്ങനെയുള്ള രാജ്യത്ത് പോകുമ്പോൾ ഇത്രയും കടവും വാങ്ങിച്ച് അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെ ഫ്രീ എന്ന വിശ്വാസത്തിലാണ് ഇത്രയും നിങ്ങൾ മുടക്കുന്നത്. ഒരു ജീവന്റെ കാര്യമാണ്, അതിനവർ കാണിക്കുന്ന അനാസ്ഥയാണിത്. ഇത് കഞ്ചാവൊന്നുമല്ല, അതിൽ കൂടിയനമാ, ഹാർഡ് ഡ്രഗ്സ് ആണ്. അവർക്കറിയില്ല, ബട്ട് അവർ പറയുന്നത് അത്രയും വിഷമത്തോടെയാണ്. ഇപ്പോൾ മറ്റ് രാജ്യങ്ങളിലൊക്കെയും ട്രാവൽ ചെയ്തിട്ടും തിരിച്ച് ഇവിടെ വന്ന് സെറ്റിൽ ആവാനുള്ള ചിന്താഗതി. ഡോക്ടർ ഡാനിയലിന്റെ കുഞ്ഞ് ഭാവിയിൽ ആ കുഞ്ഞിനെ വെളിയിൽ വിട്ട് പഠിപ്പിക്കാനുള്ള ഒരു താല്പര്യമുണ്ടോ, അതോ വിടുമോ? എങ്ങനെയാണ് അതിന്റെ? 100% വിടും. പക്ഷേ അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ബാക്ക്ഗ്രൗണ്ടും ചെക്ക് ചെയ്യും. ഓരോ സൈക്കിളാണ്. അതായത് ഒരു 100-150 വർഷം പുറകിൽ പോകുമ്പോൾ ഇന്ത്യൻ കറൻസിയുടെ മൂല്യം വളരെ അധികമാണ്. ഇപ്പോൾ US ആണ് മുന്നിൽ നിൽക്കുന്നത്. ഇത് ഫ്ലിപ്പായിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ കടം വളരെ അധികമാണ്. അപ്പോൾ ഞാൻ ചിന്തിക്കുമ്പോൾ ഒരു ഫൈനാൻഷ്യൽ ഇൻഡസ്ട്രിയിലുള്ള ഒരാളെന്ന രീതിയിൽ ചിന്തിക്കുകയുള്ളൂ. എവിടെ ഫ്ലിപ്പാകുന്നു, ഇപ്പോൾ എവിടെ തകരുന്നോ അത് അടുത്ത് 25 വർഷം കഴിയുമ്പോൾ കയറി വരുന്ന സ്ഥലമാണ്. അവിടോട്ടാണ് അവന് പോകാൻ താല്പര്യമെങ്കിൽ 100% കുടുംബമായിട്ട് ഞങ്ങളോട് പോകും. റൈറ്റ്. കാരണം നമുക്ക് അവിടെ ഒരു ബിസിനസ് തുടങ്ങാനും കാര്യങ്ങൾ എൻ്റർടൈൻ ചെയ്യാനും അവൻ്റെ കൂടെ നിന്ന് വളർത്താനും പറ്റും. കാരണം ഇപ്പോഴൊക്കെ കുട്ടികൾ 10 കഴിഞ്ഞാൽ ഹയർ സെക്കൻഡറി മുതലേ പോകണമെന്ന് താല്പര്യം കാണിക്കുന്ന കുട്ടികളാണ്. അതിലും രാജ്യങ്ങൾ സെലക്റ്റീവ് ആയിരിക്കും. ചില ഡയാസ്പോറ ഉള്ള രാജ്യങ്ങളിൽ പോകാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് സേഫ്റ്റി നമ്മൾ നോക്കുന്നതാണ് പ്രയോറിറ്റി. അപ്പോൾ ഒരു 20 വർഷം കഴിയുമ്പോൾ നമ്മുടെ രാജ്യം നമ്മൾ എഡ്യൂക്കേഷണൽ വൈസ് പുരോഗമിക്കും എന്ന് ചിന്തിക്കുന്നുണ്ടോ? അതിലൊരു 200% ഉറപ്പാണ്. അതുകൊണ്ടാണ് ഇന്ന് ഇപ്പോൾ മറ്റ് രാജ്യങ്ങളിലൊക്കെയും ട്രാവൽ ചെയ്തിട്ടും തിരിച്ച് ഇവിടെ വന്ന് സെറ്റിൽ ആവാനുള്ള ചിന്താഗതി. അടുത്ത 10, 15, 20 വർഷങ്ങളിൽ ഇന്ത്യയിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റാത്ത ഒരുത്തിന് ലോകത്ത് എവിടെ പോയാലും പൈസ ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതായത് ഇവിടെ വരാൻ പോകുന്ന ജോലികൾ, വരാൻ പോകുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്സ് വളരെ അധികമാണ്. കാരണം എഗെയിൻ ചൈന ആയത് ലാസ്റ്റ് 20 വർഷത്തിലാണ്. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് അവരുടെ രാജ്യത്തെ പോപ്പുലേഷൻ്റെ ആവറേജ് ഏജ് 28 ഉള്ളപ്പോഴാണ്. ഇപ്പോൾ ഇന്ത്യയുടെ അവസ്ഥ അതാണ്. അടുത്ത 20 വർഷം ഇന്ത്യ ബ്രൈറ്റ് ആണ്. ഇത് ബാക്കി ഇവിടെ വെച്ചുകൊണ്ടാണ് ഇവിടുന്ന് ലോണും എടുത്ത് ബാധ്യതയുമായി നമ്മുടെ ആളുകൾ മറ്റ് രാജ്യത്തോട്ട് പോകുന്നത്. അപ്പോൾ ഇവർക്ക് തിരിച്ചു വരാൻ തന്നെ പേടി, എവിടെ കേസും പുക്കാറുമാണ്. അപ്പോൾ ഇവിടെ അവരുടെ സുഹൃത്തുക്കൾ വലിയ ജോലിയായ 5-10 വർഷത്തിൽ കയറിപ്പോകുമ്പോൾ അവരവിടെ തകർന്ന് ഒരു സൈഡാകുന്ന അവസ്ഥയാണ്. എല്ലാവരുമല്ല, ഒരു 5% ചിലപ്പോൾ പിടിച്ചു നിൽക്കും, ഒരു 2% കയറിപ്പോകും. ബാക്കി 90% ആൾക്കാരുടെ കാര്യമാണ് ഈ പറയുന്നത്. ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കുടുംബങ്ങളിൽ പിതാക്കളെ പുഷ് ചെയ്തിട്ട് പിള്ളേർ കയറി പോകുന്നുണ്ട്. പിന്നീട് അത് വരുമ്പോൾ തിരിച്ച് അത് കുടുംബത്തിന് ഒരു വലിയൊരു ബാധ്യതയാണ്. അതാണ് മെയിൻ ഒരു പ്രോബ്ലം എനിക്ക് നോക്കിയിട്ട് തോന്നുന്നത്. അതെ, എൻ്റെ കാര്യത്തിൽ തിരിച്ചായിരുന്നു. മാതാപിതാക്കളെ പുഷ് ചെയ്യേണ്ടി വന്നിരുന്നു. ബട്ട് അന്ന് ഇതൊരു ട്രെൻഡ് അല്ലായിരുന്നു. ഞങ്ങളുടെ ചുറ്റുവട്ടത്തെങ്ങും ആരും പോയി കേട്ടിട്ടില്ല. ഇന്ന് ഇപ്പോൾ ഒരു ട്രെൻഡാണ്, ഒരു സ്റ്റാറ്റസ് സിമ്പിളാണ്. എൻ്റെ മോൻ UK പഠിക്കുന്നു, കാനഡയിൽ പഠിക്കുന്നു, US പഠിക്കുന്നു എന്ന് പറയുന്നത്. പക്ഷേ ഈ പോകുന്ന കുട്ടികൾ സ്വന്തമായി ഉണ്ടാക്കിയ പൈസ കൊണ്ടല്ല പോകുന്നത്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് അവർക്കറിയില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ സീരിയസ്നെസ് ഇല്ല. ഇവിടെ ലോൺ എടുത്താലും അതിൻ്റെ ബാധ്യത പാരൻസിനാണ്. അവിടെ പോയി പഠിത്തം കഴിഞ്ഞ് ചെറിയൊരു ജോലി കണ്ടുപിടിച്ചിട്ട് വിവാഹം കഴിച്ച് പാർട്ണറും രണ്ടുപേരും ജോലി ചെയ്ത് അവർ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാമെന്ന് ചിന്തിക്കുന്നു. അതിനെപ്പറ്റി താങ്കളുടെ അഭിപ്രായം? അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞങ്ങളവിടെ ഉണ്ടായിരുന്ന സമയത്ത് ആ 2 വർഷ കാലയളവിൽ ആൽബർട്ട മുതൽ ഇങ്ങി തറ്റത്ത് വരെ നമ്മൾ ട്രാവൽ ചെയ്തു. ഈ ട്രാവൽ ചെയ്ത സമയത്ത് നമ്മൾ മനസ്സിലാക്കിയ ഒരു റിയാലിറ്റി, എല്ലായിടത്തും ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ഫാമിലി ഉണ്ടായിരുന്നു, പലയിടത്തും നിർത്തി. നോവസ്കോഷ്യ മുതൽ അങ്ങ് ആൽബർട്ട് വരെ നമ്മൾ പോയിരുന്നു, ബ്രിട്ടീഷ് കൊളംബിയയുടെ സ്റ്റാർട്ടിങ്ങിൽ. അപ്പോൾ ഇവിടെ കണ്ട ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഫാമിലി ഒഴിച്ച് ആരും അത്ര നല്ല സുഖമുള്ള ജീവിതമായി എനിക്ക് തോന്നിയില്ല. കാരണം നമ്മൾ മിഡിൽ ഈസ്റ്റിൽ നിന്നു, അവിടെയും ബുദ്ധിമുട്ടുള്ള ആളുകളെ കണ്ടു. അതേ ബുദ്ധിമുട്ട് അല്ലെ അതിൽ കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് നിൽക്കാനാണെങ്കിൽ ഉള്ളതും വിറ്റുപെറുക്കി പോകുന്നതിൽ അർത്ഥം എന്താണെന്നുള്ളതാണ്. തീർച്ചയായും 2 പേര് ജോലി ചെയ്യുന്നതാണ്, കൂടുതൽ നഴ്സുമാരാണ്, അവർക്കാണ് ശമ്പളം കൂടുതൽ. ഭർത്താക്കന്മാർ ചെറിയ ജോലി, ചെറിയ വെയർ ഹൗസുകളിലെ ജോലി, ഒരു ജോലിയും കുഞ്ഞാക്കി പറയുന്നതല്ല. ബട്ട് മിഡിൽ ഈസ്റ്റിൽ ഒരു എഞ്ചിനീയർ ആയിരുന്ന വ്യക്തി, മാനേജർ ആയിരുന്ന വ്യക്തി അവിടെ പോയി സെക്യൂരിറ്റി പണി ചെയ്യുന്നതെന്ന് ആലോചിച്ചേ. അറിയാവുന്ന വ്യക്തിയുണ്ട്, അതുകൊണ്ടാണ്. ബോഡി ബിൽഡറൊക്കെ ആയതുകൊണ്ട് അവസാനം കിട്ടിയ ജോലി അതാ. അതിൽ നിന്നു ഒരു മാനേജർ പൊസിഷനിൽ നിന്ന് 10-15 വർഷം എക്സ്പീരിയൻസ് കഴിഞ്ഞ് ഒരു 10-25,000 ദിർഹംസ് ശമ്പളവും വാങ്ങിച്ചിരുന്നൊരു വ്യക്തി അവിടെ പോയി ജോലി ഒന്നും കിട്ടാതെ 2 വർഷം കഴിഞ്ഞപ്പോൾ സെക്യൂരിറ്റി ജോലിയാണ് ചെയ്യുന്നത്.
അപ്പം ഇതാണ് അവർ പറയുന്ന ഹൈ ക്ലാസ് ജോലിയെങ്കിൽ എല്ലാവർക്കും താല്പര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്ക് താല്പര്യമില്ല. അപ്പോൾ ഈ പഠിച്ച വിഷയത്തെ ആസ്പദമാക്കിയുള്ള ജോലി കിട്ടാൻ അവിടെ ബുദ്ധിമുട്ടാണോ എന്നാണോ പറഞ്ഞതിൻ്റെ അർത്ഥം? അത് നമ്മുടെ നാട്ടിലും ബുദ്ധിമുട്ടാണ്. അതെ. ബട്ട് വ്യത്യാസം എന്ന് പറയുന്നത് അത്രയും തുക മുടക്കി ആ അവസ്ഥയിലേക്ക് പോകേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ്. നിങ്ങളത് ചെയ്തില്ല, വിജയിച്ചില്ല എങ്കിൽ നിങ്ങളെ മാത്രമല്ല, ആ ലോൺ എടുത്തത് നിങ്ങളുടെ പാരൻസിൻ്റെ കൊളാറ്ററൽ വെച്ചാണെങ്കിൽ അവരെയും ബാധിക്കുന്ന കാര്യമാണ്. ഇവിടെയാണെങ്കിൽ ചെറിയൊരു ജോലിയിൽ പാരൻസിൻ്റെ വീട്ടിൽ നിന്ന് പോകാം. അവിടുത്തെ ഇപ്പം കനേഡിയൻസിൻ്റെ അവസ്ഥ അതാണ്, അമേരിക്കൻസിൻ്റെ അവസ്ഥ അതാണ്. എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ആളുകൾ 30 എബവ് ഉള്ളവർ ഇപ്പോൾ പാരൻസിൻ്റെ കൂടെ തിരിച്ചു വന്ന് ബേസ്മെൻറ്റിൽ, അവിടെ അങ്ങനെ പരിപാടി ഉണ്ട്, ബേസ്മെൻറ്റ് ഉണ്ട്, അതിൽ നിൽക്കുന്ന ആളുകളുടെ എണ്ണം സ്കൈ ഹൈയാ. സ്വന്തമായിട്ട് റെന്റ് കൊടുക്കാൻ വയ്യ. അതില്ലാത്തവരാണ് കാറിലും അതിലും ഇതിലും ഹോംലെസ് ആയിട്ട് ജീവിക്കുന്നത്. അതൊന്നും സാധാരണ മീഡിയയിൽ അധികം നമ്മൾ കാണാറില്ല, ഈ ഹോംലെസ് ആയിട്ട്. പിന്നെ അവിടെ ഇവിടെങ്ങളൊക്കെ കാണാം, ടെന്റ് അടിച്ച് പാർക്കിലും അല്ലെങ്കിൽ പബ്ലിക് പ്ലേസിലൊക്കെ ഇങ്ങനെ കിടക്കുന്നു. അവരുടെ അവസ്ഥ വളരെ ശോചനീയ അവസ്ഥയാണെന്ന് മനസ്സിലാക്കുന്നു. അല്ല, ഇവിടുന്ന് പോയി വന്ന ആളുകളെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ, സത്യസന്ധമായി സംസാരിക്കുന്ന ആളുകളെ അറിയാമെങ്കിൽ, നിങ്ങൾക്ക് അടുത്തറിയാവുന്ന ആളുകളാണെങ്കിൽ ചോദിക്കണം. ഞങ്ങളുടെ എന്നെ പഠിപ്പിച്ച ഒരു ടീച്ചർ ഈയിടെ മോളുടെ പ്രസവവുമായി ബന്ധപ്പെട്ട് കാനഡയിൽ ടൊറോണോയിൽ പോയിട്ട് വന്നു കഴിഞ്ഞ് ഞങ്ങൾ ടീച്ചറെ കാണുമ്പോൾ ചോദിക്കുന്നു, അയ്യോ എൻ്റെ മോനെ ഇതെന്നാ സ്ഥലമാടാ, എന്തോരം പേരാ ഇങ്ങനെ നടക്കുന്നേ, റോഡിലൊക്കെ ആളുകളാ, എല്ലാം മറ്റേ കള്ളും കഞ്ചാവ്. ഇത് കഞ്ചാവൊന്നുമല്ല, അതിൽ കൂടിയനമാ, ഹാർഡ് ഡ്രഗ്സ് ആണ്. അവർക്കറിയില്ല, ബട്ട് അവർ പറയുന്ന അത്രയും വിഷമത്തോടെയാണ്. ഇനി അവിടുത്തെ മെഡിക്കൽ സിസ്റ്റം ഫ്രീ ആണെന്ന് പറഞ്ഞ ആളുകളെല്ലാം ഉന്തിത്തള്ളി കയറി പോകുന്നത്. ആ മെഡിക്കൽ സിസ്റ്റത്തിൽ മോള് പ്രസവിച്ച കഥയാണ് അവർ പറഞ്ഞത്. എന്ന് വെച്ചാൽ ആലോചിക്കണം, ഇവിടുന്ന് നിങ്ങൾ എഡ്യൂക്കേഷനും മെഡിക്കലും ഫ്രീ ആണ് എന്ന് പറഞ്ഞ് ഇങ്ങനെയുള്ള രാജ്യത്ത് പോകുമ്പോൾ ഇത്രയും കടവും വാങ്ങിച്ച് അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെ ഫ്രീ എന്ന വിശ്വാസത്തിലാണ് ഇത്രയും നിങ്ങൾ മുടക്കുന്നത്. ഇത് മുടക്കി അവിടെ ചെന്ന് കഴിഞ്ഞ് ഇങ്ങനെ ഒരു എമർജൻസി വന്ന സമയത്ത് വാട്ടർ ലീക്കായി ആശുപത്രിയിൽ ചെല്ലുമ്പോൾ അവർ പറയുന്നത് 24 മണിക്കൂർ വരെ കുട്ടി ചത്തുപോകില്ല, 23 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വരാം. ഇവർ അവിടെ കുറേ കൈയും കാലും പിടിച്ചു, നടന്നില്ല, തിരിച്ചു പോയി. 20 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വന്നപ്പോൾ പറയാം ഇനിയും 3-4 മണിക്കൂറുണ്ട് വെയിറ്റ് ചെയ്യാൻ. 23 മണിക്കൂർ ആയപ്പോഴാണ് അകത്ത് കയറി സിസേറിയൻ ചെയ്തത്. നമ്മുടെ നാട്ടിലാണെങ്കിൽ അങ്ങനെയാണോ നടക്കുക? മിഡിൽ ഈസ്റ്റിലാണെങ്കിൽ അങ്ങനെയാണോ നടക്കുക? കേട്ടിട്ടുള്ള സ്റ്റോറീസിൽ വാട്ടർ ലീക്ക് വന്നാൽ മാക്സിമം അപ്പം തന്നെ അത് ഡിലേ ചെയ്യാതെ ഓക്സിജൻ ലെവൽ കുറയുന്നതിന് മുമ്പ് തന്നെ കുട്ടിയെ അവർ വെളിയിലെടുക്കും. ഒരു ജീവന്റെ കാര്യമാണ്, അതിനവർ കാണിക്കുന്ന അനാസ്ഥയാണിത്. ഡോക്ടേഴ്സിന്റെ കുറവ് മൂലമാണോ അതോ ഹോസ്പിറ്റലിന്റെ ഫെസിലിറ്റീസ് കുറവ് മൂലമാണോ? എന്തുകൊണ്ടാണ്? അയ്യോ, നമ്മുടെ പ്രശ്നമാണ്. അതായത് ഈ പറയുന്ന ആളുകളെല്ലാം കൂടെ ഇച്ചിരിയും പോപ്പുലേഷനുള്ള ഒരു രാജ്യത്തെ ഇച്ചിരിയും പോപ്പുലേഷനെ ഇൻഫ്രാസ്ട്രക്ചറേ ഉള്ളൂ അവിടെ. ഇവരെ സെർവ് ചെയ്യാനുള്ള ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് അതിൻ്റെ 10 ഇരട്ടി ആളുകൾ ഇടിച്ചു കയറി ചെന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് ആ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാനുള്ള ടൈം പോലും ഇല്ല. അവരെടുക്കുന്ന അത്രയും അധികം ആളുകളെയാണ് വെളിരാജ്യങ്ങളിൽ നിന്ന് അവർ ഉന്തിക്കയറ്റി അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇവരെ സെർവ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം അവിടെ ഇല്ല.